ഞാനൊന്നും അറിയില്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ വെറും ഒരു ഉപ്പ് മാത്രമേ ഇടാറുള്ളൂ. ബാക്കിയെല്ലാം വേറെ ആൾക്കാരാ ചെയ്യാറെന്നാ പറഞ്ഞത്. കുട്ടികളെ പഠിപ്പ് മുടങ്ങി. അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പറയും പോലെ ചെയ്താൽ മതി, ഞങ്ങളാണ് ഇവിടുത്തെ നിയമനാധികാരി എന്ന് ഹെഡ് മാസ്റ്ററും മറ്റുള്ളവരൊക്കെ പറഞ്ഞു. തെളിവുകളെല്ലാം തന്നിട്ട് പിന്നെ എന്തിനാണ് എന്റെ ഉപ്പാനിങ്ങനെ വിശ്വസിക്കുന്നത്? എന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുകയും എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും അതിനിടയിലുണ്ടായി. അതെന്ത് പിന്നെ തെളിവുകൾ കൊണ്ടുവരുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ മീറ്റിങ്ങിന് വരാത്തത്? നിങ്ങൾ എന്ത് ഒഴിഞ്ഞു മാറുന്നത്? മാനേജർ സ്ഥാനത്ത് നിങ്ങളല്ലേ ഉള്ളത്. അങ്ങേയറ്റത്തെ അക്രമപരമായ അനീതി 26 വർഷമായിട്ട് 27 വർഷത്തോളമായിട്ട് ഞാൻ ഈ സ്കൂളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. കോഴിക്കോട് നാഥാപുരത്തിനടുത്ത കടമേരിയിൽ സ്കൂൾ മാനേജ്മെന്റ് തന്നെ വർഷങ്ങളായി മാനസികമായി പീഡിപ്പിക്കുന്നതായി അധ്യാപകന്റെ പരാതി. നാഥാപുരത്തുള്ള റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായി പ്രവർത്തിച്ചു വന്ന കുഞ്ഞിമൂസ മാഷാണ് ഇത്തരത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. 1998 താൻ ഈ പറയുന്ന സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. എന്നാൽ മാനേജ്മെന്റിലെ ചിലരുടെ വേണ്ടപ്പെട്ടവരെ സ്ഥാപനത്തിൽ നിയമിക്കുന്നതിന് വേണ്ടി തന്നോട് നിർബന്ധിതമായി അവധിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്തതോടുകൂടി താൻ സ്കൂൾ മാനേജ്മെന്റിന് അനഭിമതനാവുകയായിരുന്നു എന്നാണ് മാഷ് കൂട്ടിച്ചേർക്കുന്നത്. ഇതിന്റെ പേരിൽ തന്നെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കുകയും തനിക്കെതിരായിക്കൊണ്ട് വ്യാജ ആരോപണങ്ങളും വ്യാജ പരാതികളും ഉന്നയിക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് പോവുകയും ചെയ്തു. തനിക്കും കുടുംബത്തിനും മാനസികമായും സാമ്പത്തികമായും നിരവധി നഷ്ടങ്ങൾ ഇതുകൊണ്ടുണ്ടായി എന്നുള്ളതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. തന്നെയായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളോടൊപ്പം കുഞ്ഞിമൂസ മാഷുണ്ട്. മാഷെ, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാഷിനുണ്ടായ ബുദ്ധിമുട്ടുള്ളത്? ഞാൻ 1998 RAC ഹയർ സെക്കൻഡറി സ്കൂൾ കടമേരി, റഹ്മാനി ഹയർ സെക്കൻഡറി സ്കൂൾ കടമേരി എന്ന ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ HSA ഇംഗ്ലീഷ് അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ 2 വർഷം പിന്നിട്ടപ്പോൾ +2 പഠിപ്പിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത എന്നെ ഒരു ബന്ധു നിയമനത്തിൻ്റെ ആവശ്യാർത്ഥം പല രീതിയിലും പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് സ്കൂളിലേക്ക് +2 ക്ലാസ് എടുക്കാൻ വേണ്ടി വിട്ടു. സാർ ആദ്യം ജോയിൻ ചെയ്യുന്ന ഹൈസ്കൂളിലാണ്. പക്ഷേ 2 വർഷം കഴിയുമ്പോൾ അവരുടെ ബന്ധു നിയമനത്തിന് വേണ്ടി എന്നെ അങ്ങോട്ട്, ആ സമയത്ത് ഞാൻ അതിന്റെ ധാർമ്മികത ചോദ്യം ചെയ്തു. കാരണം എനിക്ക് PG യോഗ്യതയില്ല, കുട്ടികളെ പഠിപ്പിക്കണ PG വേണം. അപ്പോൾ അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾ പറയും പോലെ ചെയ്താൽ മതി, ഞങ്ങളാണ് ഇവിടുത്തെ നിയമനാധികാരി എന്ന് ഹെഡ് മാസ്റ്ററും മറ്റുള്ളവരൊക്കെ പറഞ്ഞു. എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ അതിലേക്ക് പ്രലോഭിപ്പിച്ചു. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് PG കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തന്നെ അവർ എന്നെ കൊണ്ട് 6 മാസം നിർബന്ധിച്ച് ലീവ് എടുപ്പിച്ചു. കാരണം അവർക്ക് ഹൈസ്കൂളിൽ ഒരു ബന്ധുവിനെ നിയമിക്കൽ നിർബന്ധമായിരുന്നു. മാത്രമല്ല മുമ്പ് കോഴ വാങ്ങിയ ഒരാൾ പ്രഷർ ചെയ്യുന്നത് കാരണം അയാളെയും പോസ്റ്റ് ചെയ്യണം. അപ്പോൾ 2 പോസ്റ്റ് അവർക്ക് ഹൈസ്കൂളിൽ ക്രിയേറ്റ് ചെയ്തത് അത്യാവശ്യമായിരുന്നു. ഇതാണ് കാര്യങ്ങളുടെ തുടക്കം. അങ്ങനെ ഞാനിത് ചോദ്യം ചെയ്തപ്പോൾ എന്നെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുകയും എനിക്ക് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും അതിനിടയിലുണ്ടായി. അപ്പോൾ ഒരു 10 വർഷത്തിനിടയിൽ ഞാൻ 5-8 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ടും അല്ലാതെയൊക്കെ ലീവായി, പീസ്മെയിലായിട്ടും അല്ലാതെയൊക്കെ ലീവാവും. സ്കൂളിൽ ജോയിൻ ചെയ്തു, പിന്നീട് പീഡനം ഉണ്ടാവും. അങ്ങനെ എനിക്ക് 8 വർഷം 9 വർഷത്തോളം അന്ന് നഷ്ടപ്പെട്ടു. അപ്പം വലിയൊരു കടബാധ്യതയൊക്കെ ആയി ഞാനിങ്ങനെ അധ്യാപന ജീവിതം വളരെ ദുഷ്കരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിൽ അവർ 2013 വീണ്ടും എന്നെ +2 പ്രൊമോട്ട് ചെയ്തു. ആ നിയമനത്തിൽ എനിക്ക് സീനിയോറിറ്റി നഷ്ടപ്പെട്ടു, എൻ്റെ ഇൻക്രിമെൻറ്റും ഒക്കെ നഷ്ടപ്പെട്ട് ഞാനൊരു ഫ്രഷ് ആയിട്ടാണ് 10 കൊല്ലത്തിന് ശേഷം വീണ്ടും എന്നെ അവർ അപ്പോയിൻറ്റ് ചെയ്തത്. ആ കാര്യം എന്നോട് അവർ മറച്ചു വെച്ചു. എന്നോട് പറഞ്ഞു, നിനക്കൊരു നഷ്ടവും വരില്ല, നീ +2 പോയിക്കൊന്നു. കാരണം അവർക്ക് വീണ്ടും ഹൈസ്കൂളിൽ ആരെയോ നിയമിക്കേണ്ട ഒരു അത്യാവശ്യമായിരുന്നു. അപ്പോൾ എനിക്ക് 10 കൊല്ലത്തെ എൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടുകയും ഇൻക്രിമെൻറ്റും വലിയൊരു നഷ്ടം എനിക്കുന്നുണ്ടായി. അങ്ങനെ 2013 ശേഷം ഞാൻ വീണ്ടും +2 ജോലി ചെയ്ത് തുടർന്ന് ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് കൊണ്ടിരിക്കുമ്പോൾ 2022 ഞാൻ ഒരു ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിൽ, ഞാനടക്കം അംഗമായിട്ടുള്ള സ്റ്റാഫ് റൂമിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പെരുന്നാൾ സന്ദേശം അയച്ചു. ഒരു ധാർമ്മിക മൂല്യം, ഒരു അനഭിലഷണമായ സംഭാഷണം സ്റ്റാഫ് റൂമിൽ നടന്നപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് അല്ലെ തിരുത്തിക്കൊണ്ട് മാന്യമായ ഭാഷയിൽ ആരുടെയും പേരെടുത്ത് പറയാതെ ഞാനൊരു പെരുന്നാൾ സന്ദേശം അയച്ചു 2022. അതോടനുബന്ധിച്ച് ഇതിൽ ഈ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഈ അശ്ലീല സംഭാഷണത്തിൽ ഭാഗവാക്കായ ഒരു 5-6 പേരടങ്ങുന്ന ഒരു കോക്കസ് എനിക്കെതിരെ എൻ്റെ വാട്സപ്പിൽ, നീ പലരുടെയും സാരി പിടിച്ച് വലിച്ച കഥ ഞങ്ങൾക്കറിയാം, നീ പോക്സോ കേസിൽ ഉള്ളിലാക്കുന്നത് അറിയാം, അങ്ങനെ നീ ഒരുപാട് കുറ്റം ചെയ്ത ആളാണ്, അതൊക്കെ ഞങ്ങൾ ഒളിച്ചു വെക്കുകയാണ് എന്ന രീതിയിൽ, അതായത് സ്റ്റാഫ് റൂമിലെ അശ്ലീല സംഭാഷണത്തിനെതിരെയാണോ സാർ? അപ്പോൾ എന്നെ പോക്സോ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഞാൻ ക്ലാസ് ടീച്ചറാണ്, കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എനിക്കെതിരെ പരാതി കൊടുത്തത്?
അപ്പം കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ അധ്യാപകന്മാരുടെ ഗൂഢാലോചനയാണ്, നിങ്ങളെ പോക്സോ കേസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് എന്ന് കുട്ടികൾ പറയുന്നു. നിങ്ങൾ അധ്യാപകനായ നിങ്ങളെ പോക്സോ കേസ് കൊടുക്കാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ടെന്ന് കുട്ടികളിൽ നിന്നാണ് വാർത്ത കിട്ടുന്നത്. ആ വോയിസ് എൻ്റെ അടുത്തുണ്ട് കുട്ടികൾ പറയുന്നത്. അങ്ങനെ ഞാൻ പ്രിൻസിപ്പൽ കംപ്ലൈൻറ്റ് എടുത്തു. പ്രിൻസിപ്പൽ യോഗം വിളിച്ചു. അപ്പോൾ യോഗം വിളിച്ച് സ്കൂൾ തുറക്കുന്ന ജൂൺ 6-ാം തീയതി 2022 സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ സ്കൂൾ തുറക്കുന്നത് വരെ യോഗം വിളിച്ചിട്ടും എന്നെ പ്രിൻസിപ്പൾ യോഗം നടത്താൻ പ്രിൻസിപ്പളെ ഈ അധ്യാപകർ സമ്മതിച്ചില്ല. എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞു, നീ തൽക്കാലം മാറി നിൽക്ക്, പ്രശ്നം കഴിഞ്ഞിട്ട് നീ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഔദ്യോഗികമായിട്ട് തന്നെ പ്രിൻസിപ്പൾ അനുവദിച്ച പ്രകാരം ഞാൻ കോഴിക്കോട് വാല്യുവേഷൻ ക്യാമ്പിൽ വാല്യുവേഷന് പോയി, എക്സാമിൻ്റെ വാല്യുവേഷന് പോയി. ആ സമയത്തുള്ള ഒരു മാസം ശമ്പളം ഈ അധ്യാപകന്മാരുടെ, ഈ കോക്കസുള്ള അധ്യാപകന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പ്രിൻസിപ്പൾ തടയുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു മാസം ജോലി ചെയ്ത ശമ്പളം ജൂലൈ മാസം 2022 ജൂലൈ മാസത്തിൽ ശമ്പളം ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കാര്യങ്ങളുടെ പോക്ക് കുറച്ച് മോശമാണെന്ന് തോന്നിയപ്പോൾ ഞാൻ മാനേജർക്ക് കത്തയച്ചപ്പോൾ മാനേജർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ അധ്യാപകരുമായിട്ട് ഗൂഢാലോചന നടത്തിയിട്ട് 30/10/2022 ഓഫീസിലെത്തണമെന്ന് പറഞ്ഞ് മാനേജർ എനിക്കൊരു കത്തയച്ചു. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഓഫീസിലേക്ക് ചെന്നപ്പോൾ ഡോറടച്ചൊപ്പം കാണുന്ന 25 പേരടങ്ങുന്ന ഒരു സംഘം, ഒരു വീഡിയോഗ്രാഫർ ഒരു ഫോണുമായിട്ട് ഒരു സ്റ്റാഫിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ ഫോൺ ബലമായിട്ട് വാങ്ങിവെച്ചു. എന്നോട് പറഞ്ഞു, നീ ഈ ഹാളിൻ്റെ നടുവിൽ ഒരു ചെയറിട്ടിട്ട് അവിടെ ബലമായി എന്നെ ഇരുത്താൻ ശ്രമിച്ചു. അപ്പോൾ ആൾക്കൂട്ട വിചാരണയുടെ എല്ലാവിധ സ്വഭാവങ്ങളും അടങ്ങിയ ഒരു സംഭവമാണ് അവിടെ നടന്നത്. എൻ്റെ കത്തിൽ യോഗം എന്നോ മീറ്റിംഗ് എന്നോ ഒന്നും പ്രതിപാദിച്ചില്ല, തെളിവാണ്. എന്നെ കാണാൻ പറഞ്ഞാൽ ഞാനും മാനേജറെ ഉണ്ടാവാൻ പാടില്ല, അല്ലെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ. ഇത് മാനേജ്മെന്റ് കമ്മിറ്റി 5 അംഗങ്ങൾ, PTA 2 മെമ്പർമാർ, 7ഓളം അധ്യാപകർ, എനിക്കെതിരെ കേസ് കൊടുത്ത അധ്യാപികയുടെ ഭർത്താവ്, ഇവരെല്ലാം കൂടി എന്നെ കയ്യേറ്റം ചെയ്തു. എൻ്റെ കൂടെ ഞാൻ ജ്യേഷ്ഠനെ കൂട്ടിയിരുന്നു. ഈ ജ്യേഷ്ഠൻ്റെയും മറ്റൊരു കുടുംബാംഗത്തിൻ്റെയും മുന്നിൽ വെച്ച് വളരെ ക്രൂരമായിട്ട് അപമാനിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. അതോടുകൂടി ആ യോഗം പിരിയുകയും അന്ന് അവർ ആ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ അവരെന്ത് ചെയ്തു, ഇവൻ ക്രിമിനലാണെന്നും പറഞ്ഞ് പിറ്റേ ദിവസം FIR ഇടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. തികച്ചും അങ്ങേയറ്റത്തെ അക്രമപരമായ അനീതി ഈ 27 വർഷത്തോളമായിട്ട് ഞാൻ ഈ സ്കൂളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലയളവിൽ ഇവർ എൻ്റെ എൻ്റെ പള്ളി കമ്മിറ്റിയുള്ള മഹല്ലുകളിൽ, അതേപോലെ ഞാൻ ബന്ധപ്പെടുന്ന സ്കൂളുകളിൽ നിരന്തരം കയറിയിറങ്ങുകയും ഇവൻ വൃത്തികെട്ടവനാണ്, പീഡകനാണ്, ഇവൻ സ്കൂളിൽ നഗ്നതാ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, കുട്ടികളുടെ മുമ്പിൽ നിന്ന് കുളിക്കുക, കുട്ടികളുടെ അതേ തോർത്തെടുത്തിട്ട് സ്കൂളിൽ വന്ന് ബെഞ്ചിൽ വന്ന് കിടക്കുക, ഇതൊക്കെ എൻ്റെ അടുത്ത് തെളിവുണ്ട്, ബെഞ്ചിൽ വന്ന് കിടക്കുക എന്നൊക്കെ മറ്റുള്ള ഞാൻ പോകുന്ന വാല്യുവേഷൻ ക്യാമ്പ് അടക്കമുള്ള മറ്റുള്ള സ്കൂളുകളുടെ അധ്യാപകരിൽ ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ ഇവർ നിരന്തരം അടിച്ചുവിട്ടു. അതേപോലെ തന്നെ ഇവൻ മാനസിക രോഗിയാണ്, ഇവൻ മാനസികമായിട്ട് വളരെ അക്രമം കാണിക്കുന്ന വയലൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് ടേംസ് ഉപയോഗിച്ചിട്ട് എത്രമാത്രം എന്നെ തേജോവധം ചെയ്യാൻ പറ്റുമോ, കരിവേരിക്കാൻ പറ്റുമോ, ഒരു സമൂഹത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ എനിക്ക് വേണ്ടി സർവകക്ഷി രാഷ്ട്രീയ പാർട്ടികൾ, ആക്ഷൻ കമ്മിറ്റി ഇതെല്ലാം രൂപം കൊള്ളുകയും ഇവരൊക്കെ പോകുമ്പോൾ കുഞ്ഞുമൂസ രാജിവെച്ചതാണ്, അവൻ അക്രമിയാണ്, അവൻ മാനസിക രോഗിയാണെന്ന് ഇവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ 1.5 വർഷമായി ഈ സർവകക്ഷിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഈ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വില്യാപ്പള്ളിയിലെ എൻ്റെ ഒരു വോയിസ് ഓഫ് വില്യാപ്പള്ളി എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലുള്ള 600ഓളം പേരടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരു ആക്ഷൻ കമ്മിറ്റി പുതിയതായി ഉണ്ടാക്കുകയും ഈ ആക്ഷൻ കമ്മിറ്റിയും കൂടി ചേർന്നുകൊണ്ട് വീണ്ടും മാനേജ്മെൻറ്റിനെ സമീപിക്കുകയും ചെയ്തപ്പോൾ അവൻ വന്നോട്ടെ എന്ന് പറഞ്ഞു. അവൻ നാളെ മുതൽ സ്കൂൾ വന്നോട്ടെ, ഞങ്ങൾക്കൊരു തടസ്സമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കടമാണ്, എൻ്റെ മക്കളെ വിദ്യാഭ്യാസം മുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും രോഗിയാണ്, നഷ്ടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ നഷ്ടം തരില്ല, അവൻ നിരുപാധികം വന്നോട്ടെ എന്നായി. പക്ഷെ എനിക്ക് നഷ്ടം തരാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ നഷ്ടം തരാമെന്ന് എഗ്രിമെന്റ് എഴുതി. പിന്നീട് അവർ വിളിക്കുമ്പോൾ, ആക്ഷൻ കമ്മിറ്റിക്കാർ വിളിക്കുമ്പോൾ അവർ ഫോൺ എടുക്കൂല, ഇല്ല ഞങ്ങൾ പൈസ തരില്ല, നഷ്ടം തരൂല, അവൻ വേണേ വന്നോട്ടെ എന്നായി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വിശദമായ എൻ്റെ സ്റ്റോറീസ് പറയാൻ തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യാവകാശ പ്രവർത്തകന്റെ ശ്രദ്ധയിൽ ഇത് പെടുകയും ആ മനുഷ്യാവകാശ പ്രവർത്തകൻ ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിലും അതേപോലെ തന്നെ കേന്ദ്രത്തിലൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഗീബൽസ്യൻ കളവ് പറഞ്ഞിട്ട് മതത്തിന്റെ ആളുകളാകുമ്പോൾ ഇത് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനത ഉള്ളത് കൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. എങ്ങനെ കളവ് പറയണം, എങ്ങനെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വിഭാഗം ആൾക്കാർ മതത്തിനെയും അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിനെയും ഒക്കെ കരിവാരി തേക്കുന്ന രീതിയിലുള്ള സമീപനമാണ്
ഇത്തരത്തിലുള്ള പൗരത്വത്തിന്റെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞാൻ തൽക്കാലം പേര് മാത്രമേ ഒപ്പിടാൻ മാത്രമേ ഞാൻ അടുത്ത് പിന്നെ എന്തിനോട് നിങ്ങള് മാനേജറായിട്ട് നിൽക്കുന്നത് ഇത് കാര്യങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇല്ലാന്ന് ഞാനില്ല അത് സൂര്യ കമ്മിറ്റി ഇല്ല. എന്റെ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലമായ ഈ പ്രശ്നം തുടങ്ങി. നിങ്ങളെ മാപ്പിളയൊക്കെ ചേർക്കണ്ടിട്ട് ഒരു കുടുംബത്തെ നശിപ്പിച്ചല്ലേ നിങ്ങൾ എത്ര ദിവസമായി 10 കൊല്ലം നിങ്ങൾ അങ്ങനെ പോക്കി അങ്ങനെ ഈ 3 വർഷത്തില് പിന്നെയും ഉപ്പാനെ വിഷമിപ്പിച്ച് അതാണ് ഞാൻ നിങ്ങളെ മോള് നല്ല ഉഷാറിൽ ജീവിക്കുന്നില്ല. കുഞ്ഞുമൂസക്ക് ഓനിക്ക് പ്രമോഷൻ കൊടുത്തു, ഓനിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെടുത്തു. ആ DD എന്ത് ചെയ്തു, അന്ന് ഓനെ ഒഴിവാക്കാൻ പറഞ്ഞിട്ട് DD ശിവാജി പറഞ്ഞു. ഇതെല്ലാം ഞങ്ങളെല്ലാം ചെയ്തു. ഞങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുമൂസ ഗതാഗത പ്രശ്നമില്ല. കുഞ്ഞുമൂസ സ്കൂളിൽ വരട്ടെ, എല്ലാത്തിനും വരട്ടെ വരട്ടെ ഇതുവരെ നഷ്ടമായെന്ന് വരട്ടെ എന്ന് പറയുന്നല്ലാണ്ട് ഉപ്പാന്റെ എന്താ പറയാ ഉപ്പ അനുഭവിച്ച കാര്യങ്ങൾ ഇത്രയും വർഷം ഉപ്പ വിഷമത്തിലെത്തുന്ന കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. സ്കൂളിന് എത്ര ചെയ്തിട്ടുണ്ട്, ആർക്കും പ്രശ്നമില്ല. അത് ഉപ്പക്ക് മാത്രം പ്രശ്നം. ഉപ്പാന്റെ സ്വഭാവമല്ല നിങ്ങൾ ഉണ്ടാക്കി. ഉപ്പാനെ മാത്രങ്ങളും നോക്കി നിന്ന് നിങ്ങളെ മാപ്പിളെ ചേർക്കണ്ടിട്ട് 10 വർഷം അങ്ങനെ പോക്കി നിങ്ങൾ പോക്കിയില്ലേ. പിന്നെ ഇപ്പൊ 3 വർഷം പിന്നെ പോക്കിയില്ലേ. തെളിവുകളെല്ലാം ഉണ്ടായിട്ടല്ലേ ഞങ്ങൾ എത്ര ഉപ്പാനെ വരുത്താൻ വേണ്ടിട്ട് വരുത്താൻ പറഞ്ഞാല് കുട്ടികളെ ഉപ്പ ഉപദ്രവിച്ചിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ ഉപ്പ എന്തെങ്കിലും ഉപദ്രവിച്ചിക്കാം. പിന്നെ എന്ത് ഈ കള്ള കേസിലും പിന്നെ തെറ്റുകൾ പ്രചരിപ്പിച്ച കാര്യങ്ങളും പിന്നെ നോക്കണ്ടേ നിങ്ങൾ നോക്കണ്ടേ മതം എന്തിനാ മതം എന്തിനാ നമുക്ക്. നിങ്ങൾ ഇത്രയും നല്ല പുരയില് ഇങ്ങനെ സമാധാനത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ എത്ര വർഷമായി ഇങ്ങനെ അനുഭവിക്കുന്നത്. എന്റെ കല്യാണം മുടങ്ങി, എന്റെ അനിയന്റെ പഠിപ്പ് മുടങ്ങി, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്. ഞാൻ ഇനി എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടാ. ഞാൻ ഈ പറഞ്ഞിട്ട 2 ആൾക്കാർ ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ എത്ര അനുഭവിച്ചിട്ടുണ്ടാവും. ഞങ്ങള് 3 വർഷം കാത്തു നിന്നില്ല. ഞങ്ങള് ഒരു തെറ്റുമില്ല, സത്യം പറയാം, അതാണ് പിടിച്ചു പറയാണ്. ഞങ്ങള് കുഞ്ഞമ്മൂസ് സ്കൂളിൽ വരണമെന്ന് വിചാരിച്ച എല്ലാ കാര്യങ്ങളും പിന്നെ എന്തുകൊണ്ടാണ് ഒരു മീറ്റിംഗിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തത്? നിങ്ങളെ പുയ്യാപ്പിളനെ കാറ്റിട്ടില്ല ഇങ്ങനെ ഈ ആകെ പ്രശ്നം വന്നത്. നിങ്ങളെ മക്കളെല്ലാം നല്ല ജീവിക്കുന്നില്ലേ, അതുപോലെ ഞാക്കും ജീവിക്കണം. ഞാക്കും ഇനി ജീവിക്കണം. ഞാക്കും ഈ നഷ്ടമെല്ലാം ഞാക്കും കിട്ടണം. അതെ നിങ്ങളെ മോനായിക്കണേ അന്നേരം നിങ്ങൾ എല്ലാം നോക്കി എടുക്കണ്ടേ. നിങ്ങൾ നോക്കി ആരോട് പറഞ്ഞേ? നിങ്ങൾ ഇറങ്ങിയാൽ എല്ലാരും ഇറങ്ങുമല്ലോ. നിങ്ങളെന്ത് ഇറങ്ങാത്ത? നിങ്ങളെന്ന് വിടുന്നത് പറഞ്ഞാ പോരെ, എല്ലാരും ഇറങ്ങൂലേ. പഠിച്ചവരെ പേടിയല്ലേ, പഠിച്ചവരെ മതെന്തിനാ മതം? ഒരു കുടുംബത്തെ നിങ്ങൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടി കമ്മിറ്റിയിൽ ഉപ്പാനെ വിളിക്കുന്നില്ലല്ലോ. എവര് യോഗത്തിൽ ഇവരും പോവൂല. ഉപ്പാനെ ഇങ്ങനെ വിളിച്ച് അതിന് തീരുമാനം എടുത്ത എത്ര വർഷം എനിക്ക് കാത്തിരിക്കണം. ഒരു 3 വർഷം കാത്തു വെച്ചില്ലേ, നിങ്ങൾ അറിയൂലേ 3 വർഷം കാത്തു വെച്ചില്ലേ. ഇപ്പൊ അടുത്തൊരു മീറ്റിംഗ് വിളിച്ച് എന്നിട്ടുമില്ലേ ഇവിടെ വന്നിട്ട് ഇവരല്ലേ മാനേജർ, ഇവിടുത്തെ മാനേജർ ഇവരല്ലേ. ഞങ്ങൾ ഇവരുടെ എല്ലാം ആരെടുത്താ പോണ്ടത്? നിങ്ങൾ പറ. കോളേജിൽ കമ്മിറ്റി നടക്കുമ്പോ മീറ്റിങ്ങിന് വരുമെന്നല്ല ചോദിച്ചു. 3 വർഷം കാത്തിട്ട് ഇപ്പൊ 1 മണിക്കൂർ. എന്റെ മോളെ കല്യാണം ഉണ്ട്. ഞങ്ങക്ക് നിങ്ങളെ മക്കളെല്ലാം നല്ല ഉഷാറിൽ പോകുന്നില്ലേ? നിങ്ങളെ മക്കളെല്ലാം ഞങ്ങക്ക് നല്ല ഉഷാർ, ഞങ്ങക്ക് നഷ്ടപരിഹാരം, ഞങ്ങക്ക് നഷ്ടമില്ല, ഞങ്ങക്ക് തരണം. ഇപ്പോൾ കുഞ്ഞിമൂസ മാഷിന്റെ ഭാര്യ നമ്മളുടെ കൂടെയുണ്ട്. നമ്മളെല്ലാവരും കേട്ടതാണ് ഇത്രയും മകളും കൂടി സ്കൂളിലെ മാനേജറുടെ അടുത്ത് ചെല്ലുന്നതും നിങ്ങളുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെ. എന്താണ് അന്ന്? ഞാനും മോളും മാനേജറുടെ അടുത്ത് പോയിരുന്നു. അപ്പം മാനേജറോട് ചോദിച്ചു എന്താണ് ഇവർ ചെയ്ത തെറ്റെന്ന് ചോദിച്ചപ്പോൾ കൈ മലർത്തുകയാണ് ചെയ്തത്. ഞാനൊന്നും അറിയില്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ, ഞാൻ വെറും ഒരു ഉപ്പ് മാത്രമേ ഇടാറുള്ളൂ, ബാക്കിയെല്ലാം വേറെ ആൾക്കാരാ ചെയ്യാറെന്നാ പറഞ്ഞത്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ എന്തോ ഇതിന്റെ പിന്നിൽ ആരല്ലോ കളിക്കുന്നുണ്ട്. ഞാളിതുവരെ സന്തോഷത്തിൽ ജീവിച്ചിട്ടില്ല. കുട്ടികളെ പഠിപ്പ് മുടങ്ങി, എൻ്റെ മോൻ്റെ പഠിപ്പ് മുടങ്ങി. പിന്നെ ഓലി പഠിക്കുന്ന സമയത്ത് അസുഖങ്ങളും ടെൻഷനും ആരോഗ്യ മാനസിക അസ്വസ്ഥതയും ഒക്കെ ഉണ്ടായി.
ഇതെല്ലാം ഇവര് കാരണമാണ്. എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളെല്ലാം ഉണ്ടായത് ഇവര് കാരണമാണ്. ഒന്നും ചെയ്യാത്ത ഇവരെ എല്ലാ അവകാശങ്ങളും ഇല്ലാണ്ടാക്കുക ചെയ്തത്. എന്തുതന്നെയായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ കുഞ്ഞുമൂസ മാഷും ഭാര്യയുമെല്ലാം നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. നിരവധി വർഷമായി സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മാനസികവും ശാരീരികവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചൂഷണം തനിക്ക് നേരിടേണ്ടതായി വരുന്നു. തന്നെ ഒരു മാനസിക രോഗിയായി ചിത്രീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നുണ്ട്. ഇതിനെല്ലാം പിറകിൽ വലിയ ആളുകളുടെ പങ്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ ഭാര്യയും മകളുമെല്ലാം കരഞ്ഞു പറഞ്ഞിട്ട് പോലും സ്കൂൾ അധികൃതർ അത് ചെവികൊണ്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് സ്കൂൾ അധികൃതർ രംഗത്ത് വരികയാണ് ഉണ്ടായത്. തങ്ങൾ നിയമം ലംഘിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളൊരു വാദമാണ് സ്കൂൾ അധികൃതർ മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് നിന്നും നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.